SSLC ഫലപ്രഖ്യാപനം ഈ മാസം 15-നാണ് വരാനിരുന്നത്, അതായത് ഈ വെള്ളിയാഴ്ച. പക്ഷേ ഈ ഡേറ്റിൽ തന്നെ റിസൾട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വിദ്യാഭ്യാസ മന്ത്രി ചുമതല ഏൽക്കാത്തൊരു സാഹചര്യമാണ്. 2021 ഇതേപോലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്ന സമയത്തും ആ സമയത്ത് ഉണ്ടായിരുന്ന പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു ആ സമയത്തെ ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ആരാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുക? പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണോ അതോ പരീക്ഷാ സെക്രട്ടറി ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനം അറിയാൻ പോകുന്നത് നാളത്തെ ബോർഡ് മീറ്റിംഗിലായിരിക്കും. അപ്പോൾ നാളെ റിസൾട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന മക്കളാണ്, ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ എന്ത് ചെയ്തോളാം, ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളാം. പിന്നെ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ ഒരു വീഡിയോ കാണുന്ന ഇനി +1 പോകാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ SSLC റിസൾട്ട് ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേര്. നിങ്ങളുടെ റിസൾട്ട് ഓർത്ത് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ ടെൻഷൻ അടിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ലാസ്റ്റ് മിനിറ്റിലേക്ക് ആയതുകൊണ്ട്, വൈകിയത് കൊണ്ടാണ് ഇപ്പോൾ ആ റിസൾട്ട് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ +1 +2 പോകുന്ന സമയത്ത് നിങ്ങൾ SSLC പോലെയല്ല, ഇതിനേക്കാൾ വലിയ ടഫായിട്ടുള്ള സിലബസ് ആണ് ഇനി നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സ് ഇനി അങ്ങോട്ടുള്ള വലിയ ക്ലാസ്സുകളിലേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങളുടെ സ്ട്രീമൊക്കെ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ MS സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ AMS ബാച്ച് ഒക്കെ നിങ്ങൾക്ക് +1 ഒരുക്കുന്നുണ്ട്. സോ AMS ബേസ് ബാച്ചിലൂടെയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാം നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ മാറി വരുന്ന നമ്മുടെ +1 +2 ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫുൾ സൊല്യൂഷൻസും പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ മെയിൻ ബാച്ചിലൊക്കെ അവൈലബിൾ ആണ്. ഈ ചെറിയൊരു ഫീസിലാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് +2 ശേഷമല്ല, നിങ്ങൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയം ബാച്ചാണ്. സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ ഈ +1 കൂടെ തന്നെ പഠിച്ചു പോവാം. ഇനി നിങ്ങൾക്ക് +1 വേണ്ട മെറ്റീരിയൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ബാച്ചും നമുക്ക് അവൈലബിൾ ആണ്. സോ സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം മക്കളെ. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിടുക. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. സോ അപ്ഡേറ്റിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം.